ഹായ് ഓൾ, അഗ്രിബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫെലനോസിൻ്റെ റീപ്പോർട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. പല ആളുകൾക്കും സംശയമാണ് സീഡ്ലിങ്സ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് ഫ്രൈഡേ ഫ്ലേട്ട് എന്ന് പറഞ്ഞ സീഡ്ലിങ്സ് ആണ്. ഇത് നമ്മൾ നോർമൽ സീഡ്ലിങ്സ് അല്ല, നമ്മൾ ഫാമിലിക്ക് പ്രൊഡക്ഷൻക്ക് വേണ്ടി കൊണ്ടുവന്ന 2 വർഷത്തോളം ആവുന്ന പ്ലാന്റ്സുകളാണ്. അതെല്ലാം ഹാർഡൻഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ചിലതിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 4 പ്ലാന്റ്സാണ് സെലക്ട് ചെയ്തത്. 4 ഡിഫറെൻറ്റ് മെത്തേഡിൽ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 പ്ലാന്റ്സ് എടുത്തിട്ട് അതിൻ്റെ മീഡിയ ഏതൊക്കെ ചെയ്യേണ്ടതെന്നുകൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡേ ഫ്ലേട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്സാണ്. അതിൽ നമുക്ക് ഏകദേശം 3 ബഡ് വന്നിട്ടുണ്ട്. ഒരു ഫ്രീ റൈഡർ എന്ന് പറഞ്ഞ പ്ലാന്റ്സും എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു സംശയമാണ്, സീഡ്ലിങ്സ് കിട്ടുമ്പോൾ ഇതുപോലെ റൂട്ട്സ് ഡെഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ റൂട്ട്സിന് ചെറിയ ഡീക്കേസ് ഉണ്ട്, അല്ലെങ്കിൽ 2-3 റൂട്ട്സ് ഉള്ളൂ എന്നൊക്കെ നമുക്കപ്പോൾ അത് വളർന്നു വരുമോ എന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിന് എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ ഈ ഡെഡ് ആയിട്ടുള്ള റൂട്ട്സ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് മാത്രം നമ്മൾ സ്റ്റോക്ക് ചെയ്താൽ. ഇപ്പോൾ ഇതൊക്കെ ഡെഡ് ആയിട്ടുള്ള റൂട്ട്സാണ്, അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് ചില റൂട്ട്സിന് ഡീക്കേ വന്നിട്ടുണ്ട്, ചെറിയ കേടുഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതും നമുക്ക് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ നമ്മൾ പോട്ട് ചെയ്തതിന് മുന്നേ ഒരു ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് 2 gram per ലിറ്ററിലാണ് സൊല്യൂഷൻ ചെയ്യുന്നത്. അത് കലക്കിയിട്ട് നമ്മളതിൽ ഒരു 5-10 മിനിറ്റ്സ് നമ്മൾ പ്ലാന്റ്സ് മുക്കി വെക്കുന്നത്. റൂട്ട് സോൺ വരെ, അതായത് തണ്ട് വരുന്നത് വരെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കും. അതായത് ഒരു 5 മിനിറ്റ്സ് മിനിമം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തെങ്കിലും റൂട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റൂട്ട് സോണിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഇത് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ തന്നെ. എന്നിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ എടുക്കുന്നത്. എല്ലാവരും റീപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്, സാഫോ എന്തെങ്കിലും കിട്ടുന്ന ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്തിട്ട് നിർബന്ധമായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുന്ന റീപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ നമ്മൾ മീഡിയമായിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒന്ന് ചകിരിയും അതുപോലെ കരിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മീഡിയയാണ്. അതൊരു 10 to 20 mm സൈസാണ് കോക്കോ ചിപ്സ് വരുന്നത്. അതുപോലെ ചെറിയ പീസസാണ് ചാർക്കോൾ എടുത്തിട്ടുള്ളത്. കോക്കോ ചിപ്സ് നമുക്ക് വരുന്നത് 8 to 16 mm ചിപ്സാണ് വരുന്നത്. ഇതിൽ കുറച്ച് പൗഡേഴ്സ് പോലത്തെ കണ്ടൻറ്റും ഉണ്ട്. കാരണം ഫെലനോസിന് എപ്പോഴും ഒരു ഈർപ്പം മീഡിയത്തിൽ നിൽക്കണം, അതുകൊണ്ട് ചെറിയ പീസസാണ് കോക്കോ ചിപ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ മിക്സഡ് ആണ്. സ്പാഗ്നമോസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. സ്പാഗ്നമോസും കുറച്ച് എടുത്തിട്ടുണ്ട്. ഏത് മീഡിയത്തിലാണ് കൂടുതൽ റിസൾട്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കരി എടുത്തിട്ട് കുറച്ച് വലിയ പീസസാണ് കരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തിൽ നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് ഫുള്ളായിട്ട് കോക്കോ ചിപ്സിലാണ് ട്രൈ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു മൺചട്ടിയിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ചട്ടിയുടെ 3/4 ഭാഗത്തോളം നമ്മൾ കോക്കോ ചിപ്സ് മാത്രമായിട്ട് ഫിൽ ചെയ്യാണ്. ചെറിയ പീസസാണ് കോക്കോ ചിപ്സ് വരുന്നത്. നമ്മൾ അടിയിലും സൈഡിലും ഹോളുള്ളൊരു പോട്ട മൺചട്ടിയാണ് ഇത് വരുന്നത്. ഇതിൽ 3/4 ഭാഗം ഫില്ല് ചെയ്തിട്ട് അതിൽ നമ്മൾ ഫെലനോസിൻ്റെ സീഡ്ലിങ്സ് വെക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ ചെറിയ ചട്ടി ഒഴിവാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൽ നമുക്ക് ഡെഡായിട്ടുള്ള റൂട്ട്സും ഉണ്ട്, അതുപോലെ ഡീക്കെ വന്ന റൂട്ട്സും ഉണ്ട്, ചെറിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട്. കാരണം വെള്ളം കൂടുതൽ നിന്നിട്ടൊക്കെ ചീച്ചു. ഇപ്പം നമ്മൾ കാണുന്നത് ഹെൽത്തി റൂട്ട്സ് ആണെങ്കിൽ പോലും അതിൻ്റെ കളേഴ്സ് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്, കാരണം വെള്ളം കൂടുതൽ നിൽക്കുന്നത് കൊണ്ടാവാം. ഈ റൂട്ടിൻ്റെ സെൻട്രൽ ഭാഗം കിടന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡെഡായിട്ടുള്ള റൂട്ട് കട്ട് ചെയ്ത് കളയും. നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട്സിൻ്റെ ഹെൽത്ത് അറിയാൻ കഴിയും. അപ്പോൾ ഡെഡായിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടിയിൽ കാണുന്ന ഗ്രീൻ കളർ കാണുന്ന ഇത് ഹെൽത്തി റൂട്ടാണ്. നെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ തൊട്ടടുത്തുള്ളത് സെൻറ്ററിൽ കട്ടായി പോയിട്ടുണ്ട്, ചീഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ട് കൂടെ ഈ റൂട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് ഒന്നും കൂടെ ഒരു ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ നേരത്തെ ഡിപ്പ് ചെയ്ത സൊല്യൂഷൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഫംഗിസൈഡ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്ന് ഫംഗിസൈഡിൽ മുക്കിയിട്ട് എടുക്കാം. നേരത്തെ നമ്മൾ 5 മിനിറ്റ്സ് ഡിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നമ്മൾ റൂട്ട് സോൺ മാത്രം നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. കാരണം ലീഫിൻ്റെ ഭാഗത്തേക്കൊന്നും നമ്മൾ ഡിപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ റൂട്ട് സോൺ വരെ കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ
മുക്കാൽ ഭാഗത്തോളം ഫില്ല് ചെയ്ത കോക്കോ ചിപ്സിലേക്ക് സെൻറ്ററിൽ പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് സൈഡിൽ ചുറ്റും നമ്മൾ കോക്കോ ചിപ്സ് ഫില്ല് ചെയ്തെടുക്കുക. നമ്മൾ റിപ്പോർട്ട് അത്ര ആവശ്യമുള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫെൽനോയ്സ് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പല ആളുകളും നമുക്ക് വലിയ പീസ് ചകിരിയായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ചിപ്സ് യൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഫാമിലി പ്രൊഡക്ഷനിലൊക്കെ ചെറിയ പീസസാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പ്രൊഡക്ഷൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറിയ പീസ് യൂസ് ചെയ്യാറ്. അതിൽ ഫൈബറും അതുപോലെ കുറച്ച് പൗഡർ ടൈപ്പ് ആയിട്ടുള്ള കണ്ടൻറ്റും കൂടുതലായിരിക്കും. അപ്പോൾ ഫെൽനോയ്സ് സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ട് വേണ്ടത് മീഡിയത്തിൽ അപ്പോൾ ഒരു വെറ്റ്നെസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഈർപ്പം നിലനിൽക്കണം. അതുകൊണ്ട് ഫെൽനോയ്സ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കോക്കോ ചിപ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് സ്പാഗ്നമോസ് ആണ്. പക്ഷേ അത് അവൈലബിലിറ്റിയും അതുപോലെ കോസ്റ്റും കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ട് അത് ഉപയോഗിക്കും. പിന്നെ ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത പ്ലാന്റ്സ് എടുത്തിട്ട് ഇതുപോലെ ഡെഡ് ആയിട്ടുള്ള റൂട്ട്സും അതുപോലെ ഡീക്കേ ആയിട്ടുള്ള റൂട്ട്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എത്രത്തോളം റൂട്ട്സ് ഡാമേജ് ഉണ്ടോ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഡാമേജ് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടോ നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ റൂട്ട് സ്ട്രോങ് ആണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ വൈറ്റ് കളറിൽ കാണുന്ന എല്ലാ റൂട്ടും കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വൈറ്റ് കളേഴ്സ് മീൻസ് അത് അൺഹെൽത്തി റൂട്ടൊന്നുമല്ല. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഡെഡ് ആയിക്കോന്നില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അറിയാൻ കഴിയും, ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കൊക്കോ ചിപ്സും ചാർക്കോളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മീഡിയത്തിലാണ് പ്ലാന്റ്സ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോട്ട്സ് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ പ്ലാന്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. കൂടുതൽ റൂട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഇതുപോലെ പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യുക ചെയ്യാറ്. അപ്പോൾ മുന്നേ ചെയ്ത ടെക്നിക്കായിട്ട് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോട്ട് ചെയ്തെടുക്കും ചെയ്യും. കാരണം കൂടുതൽ റൂട്ട്സ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പോൾ നമ്മളതിങ്ങനെ ചട്ടിയിൽ പൊക്കി വെച്ചിട്ട് അതിൽ സൈഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട്സ് കൂടുതലുള്ള പ്ലാന്റ്സും പോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത മെത്തേഡ് നമ്മൾ സ്പാഗ്നമോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പാഗ്നമോസ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. മറ്റ് മീഡിയത്തിനെ അപേക്ഷിച്ചിട്ട് സ്പാഗ്നമോസ് ഒരുപാട് വെള്ളം ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട്, അതായത് അഡിക്വേറ്റ് ആയിട്ട് നമുക്ക് വെള്ളം നനക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസം നനച്ചാലും അതിൻ്റെ ഈർപ്പം കൂടുതൽ ടൈം സ്പാഗ്നമോസിൽ നിൽക്കും. അപ്പോൾ നമ്മൾ സ്പാഗ്നമോസാണ് ചെയ്യുന്നതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്പാഗ്നമോസാണ് ചെയ്യുന്നത്. കാരണം ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പ്ലാന്റ്സ് വെച്ചിട്ട് ജസ്റ്റ് സ്പാഗ്നമോസ് സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു ഫെൽനോയ്സ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മീഡിയം എന്ന് പറയുന്നത് അത് സ്പാഗ്നമോസാണ്. പക്ഷെ നമ്മളെ ക്ലൈമറ്റിൽ നമുക്ക് കോക്കോ ചിപ്സിൻ്റെ ധാരാളമാണ്. കാരണം മഴക്കാലത്തൊക്കെ സ്പാഗ്നമോസിൽ നമ്മൾ ഓപ്പണായി ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യാനും റൂട്ട് സോണിലൊക്കെ റൂട്ടൊക്കെ ഡീക്ക് ചെയ്ത് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു എൻവയോൺമെൻറ്റാണ് റെയിൻ ഷെൽട്ടറോ അതുപോലെ പോളിഹൗസിലൊക്കെ ആണെങ്കിൽ സ്പാഗ്നമോസ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റു മീഡിയത്തിനെ അപേക്ഷിച്ച് സ്പാഗ്നമോസിന് റേറ്റ് കൂടുതലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പാഗ്നമോസ് നമ്മൾ പ്രൊഡക്ഷൻ സൈഡിൽ യൂസ് ചെയ്യാറില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫുള്ളി ചാർക്കോളിലാണ്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തതൊക്കെ പോലെ തന്നെ ഈ ചെറിയ പോട്ട്സ് നമ്മൾ ഊരിയെടുത്തിട്ട്, അപ്പോൾ ഇതുപോലത്തെ പോട്ട്സ് ആണെങ്കിൽ നമുക്ക് റൂട്ട്സൊക്കെ തിക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോട്ട് കട്ട് ചെയ്തിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ റൂട്ടൊന്നും പൊട്ടാതെ ഡാമേജ് വരാതെ നമുക്ക് കിട്ടുന്നതാണ്. ഓരോ പ്രാവശ്യം നമ്മൾ പോട്ട്സ് ഇളക്കിയെടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ റൂട്ട്സ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്ലാന്റ്സ് റൂട്ട്സ് ഏതെങ്കിലും ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അതുപോലെ ഡീക്കേ ആയിട്ടോ എന്തെങ്കിലും ഫംഗസ് ബാധിച്ചിട്ടുള്ള റൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ചാർക്കോൾ, വലിയ പീസ് ചാർക്കോളാണ് യൂസ് ചെയ്യുന്നത്. ചാർക്കോൾ മാത്രമാകുമ്പോൾ കുറച്ച് വലിയ ചാർക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിൽ കുറച്ച് ചാർക്കോൾ ഇട്ടിട്ട് നമ്മൾ പിന്നെ പ്ലാന്റ്സ് വെച്ചിട്ട് സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ ചാർക്കോൾ മാത്രം വെച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് ഏരിയൽ റൂട്ട്സൊക്കെ വന്ന് ഫില്ല് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് 4 മെത്തേഡിലുള്ള പോട്ടിങ് രീതിൻ്റെ അപ്ഡേഷൻ, ഈ പ്ലാന്റ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് സീഡ്ലിങ്സ് മേടിച്ചവർ ഒക്കെ പ്ലാന്റ്സ് അങ്ങനെ പോട്ട് ചെയ്യണമെന്നുള്ള ഏത് മെത്തേഡിലാണ് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും അപ്ഡേഷൻ നമ്മൾ വരും വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്.
അതുപോലെ നമ്മൾ 4 പ്ലാന്റ്സും ക്ലേ പോട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലാന്റ്സ് നമ്മൾ പ്ലാസ്റ്റിക് പോട്ട്സിലും ചെയ്യുന്നുണ്ട്. അതായത് ചില ആളുകൾ പറയും ഫലനോസിൽ നിർബന്ധമായിട്ടും ക്ലേ പോട്ടിൽ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്ലാന്റ് പ്ലാസ്റ്റിക് പോട്ടിൽ റീപോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊക്കോ ചിപ്സും ചാർക്കോളും മിക്സറായിട്ട് വരുന്ന മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്പാഗ്നമോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഏരിയൽ റൂട്ട്സിനെ പെട്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് ഈ വെറ്റ്നെസ് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മോസും മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 5 മെത്തേഡിലും പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഏത് മെത്തേഡിലാണ് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ വരും വീഡിയോയിൽ നമ്മൾ എല്ലാ പ്ലാന്റിൻ്റെ അപ്ഡേഷൻ ചെയ്യുന്നതാണ്. ഇതാണ് റിപ്പോർട്ട് ചെയ്തതിനുള്ള ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഒരു പ്ലാന്റ് ചെറുതായിട്ടൊരു ക്ഷീണമുണ്ട് ചാർക്കോൾ ചെയ്തത്. എന്നാലും നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ എങ്ങനെയാണ് ഫെർട്ടിഗേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫെർട്ടിലൈസർ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ ഫംഗിസൈഡ് എത്ര ഇടവിട്ട ഫംഗിസൈഡ് കൊടുക്കുന്ന ഏതെല്ലാം ഫെർട്ടിലൈസറാണ് ഫ്ലവറിന് കൊടുക്കേണ്ടതെന്നുള്ളതെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിലായി ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.